മച്ചാമാരെ, ഞാൻ തമ്പനിയിൽ കൊടുത്തിരിക്കും പോലെ കാമ്പൗണ്ട് ഇങ്ങനെ ചെയ്താൽ ബലം കിട്ടുമോ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നമ്മൾ ഈ കാമ്പൗണ്ട് ബേസ്മെൻറ്റ് കെട്ടുമ്പോൾ പല രീതിക്കും കെട്ടാറുണ്ട്. കരിങ്കല്ല് വെച്ച് കെട്ടാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ കോൺക്രീറ്റ് ഇട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കരിങ്കല്ല് വെച്ച് ചെയ്യുന്നതും കോൺക്രീറ്റ് വെച്ച് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഒരു ബേസ്മെൻറ്റ് കെട്ടുമ്പോൾ കരിങ്കല്ല് വെച്ച് കെട്ടണമെങ്കിൽ ഒരുപാട് സ്ഥലം വേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ കരിങ്കല്ല് ഒഴിവാക്കി ഇവിടെ കോൺക്രീറ്റ് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം 1.5 അടി നല്ല ഉറപ്പുള്ള മണലാണ്. അപ്പോൾ 1.5 അടി താഴ്ചയിൽ വെട്ടി 8 ഇഞ്ച് വീതി, അതായത് 8 ഇഞ്ച് വീതി, കാരണം ഹോളോ ബ്രിക്സ് മതിൽ കെട്ടുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ച് വീതിക്ക് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കോൺക്രീറ്റിൽ മിക്സ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് 5-4-1, അതായത് 5 കൂട്ടം മണൽ, 4 കൂട്ടം മെറ്റൽ, സിമൻറ്റ് 1/2 പാക്കറ്റാണ് കേട്ടോ, 1/2 പാക്കറ്റ് സിമൻറ്റ്. ആ ഒരു ലെവലാണ് നമ്മൾ ഇത് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം താഴെ 1.5 അടി താഴ്ചയും മേളിൽ ഒരു 6 ഇഞ്ചോളം, 6 ഇഞ്ച്, ചില സ്ഥലത്ത് 4 ഇഞ്ച്, ചില സ്ഥലത്ത് 1 അടിയോളം ഹൈറ്റ് ഉണ്ട്. കാരണം കാമ്പൗണ്ട് ഒരു ലെവലല്ല, ചരിവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ 20 സെൻറ്റിമീറ്റർ വീതം ഇങ്ങനെ ഹൈറ്റ് സ്റ്റെപ്പ് കൊടുത്താണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ നോക്കിയാലും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ല ബലം തന്നെയാണ്. കാരണം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നല്ല കോൺക്രീറ്റ് ആയിരിക്കണം. അതായത് സിമൻറ്റ് കുറച്ചൊന്നും കോൺക്രീറ്റ് ഇട്ടുള്ളത്, നല്ല കോൺക്രീറ്റ് തന്നെ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭമാണ്. കാരണം ഇത് 10 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ 10 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ കരിങ്കല്ല് ബേസ്മെൻറ്റ് കെട്ടുമ്പോൾ എങ്ങനെ പോയാലും നല്ല എമൗണ്ട് ആവും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല എമൗണ്ട് കുറവുമാണ്, സ്ഥലം വേസ്റ്റ് ആവില്ല. കാരണം കരിങ്കല്ല് കെട്ടുമ്പോൾ എങ്ങനെ പോയാലും ഒരു 1.5 അടി വീതിയെങ്കിലും നമുക്ക് ബേസ്മെൻറ്റിന് വേണം. കാരണം കരിങ്കല്ലല്ലാതെ അടിച്ച് പൊട്ടിച്ച് 1 അടിക്ക് വീതിക്കൊക്കെ അടിച്ച് പൊട്ടിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ലേബർ ചാർജും ആവും, പണിക്കൂലിയും ആവും. അപ്പോൾ ഇതാകുമ്പോൾ 8 ഇഞ്ച് വീതിയേ ഉള്ളൂ. അപ്പോൾ 8 ഇഞ്ച് വീതിക്ക് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഇതുപോലെ ബേസ്മെൻറ്റ് പോലെ മട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേളിൽ നമ്മൾ 4 ഇഞ്ച് ഹോളോ ബ്രിക്സ് വെച്ച് സെൻറ്ററാണ് കെട്ടുന്നത്. സെൻറ്റർ കെട്ടുമ്പോൾ 2 ഇഞ്ച് പത്തിരിപ്പ് അപ്പുറം 2 ഇഞ്ച് പത്തിരിപ്പ് ഇതാൻ വരും. അപ്പോൾ ഭയങ്കര, കാരണം കൺസ്ട്രക്ഷൻ വർക്കിൽ ഒരുപാട് ടെക്നിക്കും കാര്യങ്ങളുണ്ട്. കാരണം ഒരിക്കലും ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ടെക്നിക്ക് മാറത്തില്ല, ഓരോ ദിവസവും ഓരോ ടെക്നിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് സ്ഥലം വേസ്റ്റ് ആവില്ല, ലാഭം അത്രയും, കാരണം അത്രത്തോളം ലാഭം കിട്ടും. പിന്നെ ഒരുപാട് ഹൈറ്റ് വരുന്നിടത്ത് ഇതുപോലെ 8 എമ്മിൻ്റെ കമ്പി ഇതുപോലെ കുത്തി നിർത്തി എല്ല് വളയ്ക്കണം. അതായത് നമ്മളിപ്പം ഏത് ലെവലിലും വാട്ടർ ലെവലിൽ എടുത്തിട്ട് ഏത് മട്ടത്തിനാണോ നമുക്ക് ബേസ്മെൻറ്റ് ചെയ്യേണ്ടത് ആ ലെവലിന് നമ്മൾ കമ്പി കട്ട് ചെയ്തിട്ട് ഒരു 6 ഇഞ്ച് വീതിക്ക് നമ്മൾ ഇതേപോലെ എല്ല് വളച്ചെടുക്കണം. അതിപ്പോൾ ലിവർ വേണമെന്നില്ല, നമ്മൾ അടുത്തിരിക്കുന്ന താബുക്കോ ഇതുപോലത്തെ ഗേറ്റിൻ്റെ വല്ല ഹോളോ വല്ലതും ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ല് വളച്ചാൽ മതി. ഇങ്ങനെ എല്ല് വളച്ചിട്ട് നമ്മൾ ആ വാനത്തിൽ കുത്തി നിർത്തി ഈ ഓരോ 8 എമ്മിൻ്റെ കമ്പിയും കൂടി വെച്ച് അത് ക്രോസ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് എല്ലാത്തിനും കൂടി പിടുത്തം കിട്ടാൻ കണക്കാക്കി ഒന്ന് കെട്ടണം. അങ്ങനെ കെട്ടിയിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, നല്ല സ്ട്രോങ് ആയിരിക്കും. അതായത് ഒരുപാട് ഹൈറ്റ് വരുന്നിടത്ത്, ഇവിടെ കയറി വരുന്ന എൻട്രൻസ് ആയതുകൊണ്ട് ഇവിടെ ഇത്തിരി ഹൈറ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ കമ്പി കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല സ്ഥലവും വേസ്റ്റ് ആകത്തില്ല. കാരണം മറ്റേ 1.5 അടി സ്ഥലമൊക്കെ ബേസ്മെൻറ്റ് കെട്ടുമ്പോൾ നമുക്ക് 1.5 അടി ആകുമ്പോൾ 4 ഇഞ്ച് താവൂക്ക് കെട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലം വേസ്റ്റ് ആവും. നമ്മളിപ്പോൾ ഇവിടെ മൊത്തം കോൺക്രീറ്റ് ചെയ്ത് ഇതുപോലെ 2 വരി ഹോളോ ബ്രിക്സ് കെട്ടുന്നുണ്ട്. അപ്പോൾ 2 വരി ഹോളോ ബ്രിക്സും കെട്ടി ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഹോളോ ബ്രിക്സ് കെട്ടുന്ന അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഉറപ്പായിട്ടും ഇത് നല്ല സ്ട്രോങ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്, സ്ഥലം വേസ്റ്റ് ആവില്ല. അപ്പോൾ താങ്ക്സ് ഫോർ